ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കുന്നത് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം എന്നാണ്. അപ്പോൾ ഇന്ന് കുറച്ച് ബിസി ആയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് ഡേ ഇൻ മൈ ലൈഫിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് ഇന്ന് തന്നെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ബിസി എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ വീട്ടിൽ കേക്ക് ബേക്ക് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഫസ്റ്റത്തെ 3 ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും അതുപോലെ നോർമൽ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിൽ, അതായത് കുക്കിങ്, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളുമാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും മലേഷ്യക്ക് പോകാൻ പറ്റില്ല. കാരണം മലേഷ്യ നമ്മുടെ ഇന്ത്യൻസിനെ ബാൻ ചെയ്തിരിക്കുകയാണ്. ഇന്ത്യൻസിനെ മാത്രമല്ല, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, ഇവിടെ നിന്നൊക്കെ കുറേ രാജ്യങ്ങളിൽ നിന്ന് ബാൻ ചെയ്തിട്ടുണ്ട് സിറ്റിസൺസിന്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അടുത്തൊന്നും എന്തായാലും പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, അപ്പോൾ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഏറ്റവും എനിക്ക് അതിന് വേണ്ട സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് തന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുപോലെ ബേക്കിങ്ങിനെ കുറിച്ചിട്ട് എനിക്കൊരു ചേച്ചി പറഞ്ഞു തരുന്നുണ്ട്, ചെറിയ ക്ലാസ് പോലെ. അപ്പോൾ അതെല്ലാം കൂടി ഇതാക്കിയപ്പോൾ ചെറിയൊരു കോൺഫിഡൻസ് ആയി. അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫസ്റ്റ് ഓർഡർ ഇന്ന് ഒരു 3 കേക്ക്സിൻ്റെ ഓർഡർ ഇന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ ഇപ്പോൾ രാവിലെയൊക്കെ എണീച്ച് ചായ കുടിച്ച് ഫ്രഷായിട്ട് ഇവിടെ വന്നിങ്ങനെ ഇരിക്കുകയാണ്. ഫിഷ് ടാങ്കിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ നല്ല രസമാണ് കാണാൻ. അതുപോലെ പാടമൊക്കെ ഞാൻ അന്ന് ഓണത്തിൻ്റെ വീഡിയോ ചെയ്തതിൽ പാടമൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഞാറ് നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമാണ്. അതുപോലെ മഴ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റാണ് പുറത്തിരിക്കുമ്പോൾ. നിവിക്കുട്ടൻ നീച്ചിട്ടില്ല. അപ്പം നിവിക്കുട്ടൻ നീച്ചിട്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് വേണം എനിക്ക് കേക്കിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാൻ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് കിട്ടും. വീഡിയോസ് ഒന്നും മിസ് ചെയ്യാതെ കാണാനും പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മുടെ മീൻകുട്ടികളൊക്കെ നന്നായിട്ട് വലുതായിട്ടുണ്ട്. അന്ന് ഞാൻ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ കാണിച്ചു തന്നില്ലേ, അവരാണ് ഇപ്പോൾ വലുതായി ആയിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും വന്നിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവർ വേഗം വന്ന് തീറ്റയ്ക്ക് വേണ്ടിയിട്ടേ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കുള്ള ഉപ്പേരിക്കുള്ള മുരിങ്ങ ഊരാണ് അമ്മ. അതുപോലെ കുമ്പളങ്ങ ഒക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട്. ഒരു ചെറിയ കുമ്പളങ്ങയും വലിയ കുമ്പളങ്ങയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് കായ്ക്കറിയിൽ ഇറങ്ങിയിട്ട് എന്തൊക്കെയാണ് പൊട്ടിക്കാൻ പറ്റുന്നത് വെച്ചാൽ അതൊക്കെ പൊട്ടിക്കുകയാണ്. അപ്പോൾ അമ്മ തോട്ടിയൊക്കെ വെച്ചിട്ട് കുമ്പളങ്ങ പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ പച്ചക്കറി തോട്ടത്തിലുള്ള പച്ചക്കറികളെല്ലാം വെച്ചിട്ടാണ് നമ്മളിന്ന് ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നത്. കറിവേപ്പില ഊരി വെച്ചിട്ടുണ്ട്. അതുപോലെ തേങ്ങ, പിന്നെ വെള്ളരിക്ക, കുമ്പളങ്ങ, അതുപോലെ ഒരു വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട്. പിന്നെ വഴുതനങ്ങ, പിന്നെ ഇത് പപ്പായയാണ്, അത് പഴുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ നിവിക്കൂട്ടനും കസിൻ്റെ മോളും കൂടി ഇരുന്ന് കളിയാണ്. അപ്പോൾ അവർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടാളും കൂടി ഇങ്ങനെ ഇരുന്ന് കളിക്കും. തല്ലുകൂടൊക്കെ ചെയ്യും കേട്ടോ ഇടയ്ക്ക്. പക്ഷെ രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. നിവിക്കൂട്ടൻ തേങ്ങ ചെരുവാണെന്നാണ് പറയണത്. അപ്പോൾ ഇന്ന് രാവിലെ പുട്ടും കടലക്കൂട്ടാനുമാണ്. അപ്പോൾ എന്തായാലും ഞാനിനി എൻ്റെ കേക്കിൻ്റെ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. സ്പോഞ്ച് ഞാൻ നേരത്തെ തന്നെ തലേദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പണികളൊക്കെ എളുപ്പമാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു കവറിൽ പൊതിഞ്ഞിട്ടാണ് ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബാക്കി ഐസിങ്ങൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ഇതിൻ്റെ സംഭവങ്ങളെല്ലാം ബാക്കി വന്നു വെച്ചാൽ നമുക്കൊരു കേക്ക് ഉണ്ടാക്കാം എന്നുള്ളത് തോന്നലുണ്ട്. നിവിക്കൂട്ടന് ഇഷ്ടമായതുകൊണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ബാക്കി ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ വേഗം എല്ലാ പരിപാടികളും ചെയ്തിട്ട് നമ്മൾ ഐസിങ്ങൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണം. മാക്സിമം ഒരു 4-5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ ഇരുന്നാലാണ് കേക്കിന് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തലേദിവസം തന്നെ കേക്കൊക്കെ റെഡിയാക്കി വെച്ചത്. ഐസിങ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാമല്ലോ. പിന്നെ എന്തായാലും ഒരു 3 കേക്ക്സിൻ്റെ ഓർഡറാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുക്കിംഗ് ഉള്ള മേഖല, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫസ്റ്റ് കേക്ക് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ആനിവേഴ്സറി കേക്കാണ്. കേക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുളി കഴിഞ്ഞ് ഇനി കഴിക്കാൻ പോകണേ ഉള്ളൂ. ഇപ്പോൾ സമയം 2-2:30 ആയിട്ടോ.
അപ്പോൾ ഇപ്പോഴാണ് കേക്കൊക്കെ ഒന്ന് സെറ്റായത്. ഇനി ഒരു കേക്കും കൂടിയും ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഞാൻ ആദ്യം പോയി ഭക്ഷണം കഴിക്കട്ടെ. നീരിക്കുട്ടനൊക്കെ ഉറങ്ങി ഭക്ഷണം കഴിച്ച് ചെറുതായിട്ടൊന്ന് കിടക്കണം, എന്നിട്ട് വേണം മറ്റേ കേക്കിൻ്റെ പണി തുടങ്ങാൻ. അപ്പോൾ എന്തായാലും എന്താ ഭക്ഷണം എന്നൊക്കെ നോക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് മുരിങ്ങപ്പേരിയും അതുപോലെ ചിക്കൻ ഫ്രൈയും പിന്നെ മുതിര ഉപ്പേരിയും ഉണ്ട് കേട്ടോ. അതുപോലെ ഇന്നലത്തെ മോര് വാർന്ന കൂട്ടാനും ഉണ്ട്. അപ്പോൾ ഇതാ ഒന്ന് ചെറുതായി റെസ്റ്റ് ചെയ്ത് കുറച്ച് നേരം കിടന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ 4 മണിയായി. അപ്പോൾ ഇനി നെക്സ്റ്റ് ചായയോടി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കേക്കിൻ്റെ പരിപാടി തുടങ്ങണം. അപ്പോഴാണ് പുറത്തുനിന്ന് ട്രാക്ടറിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും അല്ലേ, ഞാൻ പറയുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ആ ട്രാക്ടറിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. നല്ല മഴ വരുന്നുണ്ട്, നല്ല അടിപൊളി ക്ലൈമറ്റാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ അപ്പോൾ ഞാൻ 3ാമത്തെ കേക്കിൻ്റെ പ്രിപ്പറേഷനിലാണ്. ക്രീമൊക്കെ ബീറ്റ് ചെയ്തെടുക്കുകയാണ്, അതുപോലെ ഐസിങ് ചെയ്യണം. അപ്പോൾ അതും കൂടിയും കഴിഞ്ഞാലേ ഒരു സമാധാനമാവുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ 3rd കേക്ക്, റെഡ് ബീ കേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻസിലാണ്. അപ്പോൾ എന്തായാലും 3 കേക്കൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ക്രീമും ആണെങ്കിലും അതുപോലെ വൈറ്റ് ചോക്ലേറ്റൊക്കെ ആണെങ്കിലും ഡാർക്ക് ചോക്ലേറ്റൊക്കെ ആണെങ്കിലും കുറച്ച് ബാക്കി വന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ചെറുതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ വീട്ടിലെല്ലാവർക്കും ഇത് കഴിക്കുകയും ചെയ്യാമല്ലോ. എനിക്കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേക്ക്. അപ്പോൾ എന്തായാലും ഞാനത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. 2-3 വട്ടം അരിച്ചെടുത്താൽ അത്രയും നല്ലത്. ഇപ്പോൾ ഞാൻ അരിച്ചെടുത്തത് അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു എഗ്ഗ് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഈ വാനില എസൻസ് ഈ സമയത്ത് ഒഴിക്കുമ്പോൾ മുട്ടയുടെ ഒരു സ്മെല്ല് കേക്കിലേക്ക് വരില്ല. അതുകൊണ്ടാണ് ഈ സമയത്ത് വാനില എസൻസ് ഒഴിക്കുന്നത്. പിന്നെ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറേശ്ശെ ആയിട്ട് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. മുഴുവനായിട്ട് ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കരുത്. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഹൈ സ്പീഡിൽ തന്നെയാണ് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബീറ്റ് ചെയ്തിട്ട് കണ്ടില്ലേ, ഒരു വൈറ്റ് ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് ഞാൻ അതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ലോ സ്പീഡിലിട്ടിട്ടാണ് ബീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് അരിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് എടുത്തിട്ട് ഒരു സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കും. അതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് പാല്, നല്ല പശുവും പാല്, ഫ്രിഡ്ജിലുള്ളതല്ല കേട്ടോ, ചെറിയ ചൂടുള്ള പാല് 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടിയും ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു കൂട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒഴിക്കുക, പിന്നെ നമ്മുടെ പാലൊഴിക്കുക, എന്നിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ട്രേ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട്. ഇനി നമ്മൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ആ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നേരത്തെ തന്നെ ഒരു 5 മിനിറ്റ്. എന്നിട്ട് നമ്മുടെ കേക്ക് ട്രേ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ഏകദേശം 20 മിനിറ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എനിക്ക് ബേക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഏകദേശം ബേക്കായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഈർക്കില വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് കുത്തി നോക്കുകയാണ് കേട്ടോ നമ്മുടെ കേക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇപ്പോൾ ഏകദേശം അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഓവനിൽ നിന്ന് മാറ്റുകയാണ് കേക്ക്. അപ്പോൾ ഓരോ ഓവനും ടൈം വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇൻപെക്സിൻ്റെ ഓവനാണ് യൂസ് ചെയ്തിട്ടുള്ളത്, OTG ആണത്. അപ്പോൾ നമ്മുടെ കേക്ക് കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെയൊക്കെ ഒന്ന് വിടിയിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അധികം ഫുള്ളായിട്ട് ഇങ്ങോട്ട് ചൂടാറാൻ നിൽക്കൊന്നും വേണ്ട, ചെറിയൊരു ലൈറ്റായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് കത്തി വെച്ചിട്ട് സൈഡിൽ കൂടെ വിടിയിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ല, നല്ല ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ചോക്ലേറ്റ് സ്പോഞ്ചാണ്. ഇനി നമുക്ക് വാനില സ്പോഞ്ചും കൂടി ഉണ്ടാക്കണം, അതിൽ റെഡ് കളർ ചേർത്തിട്ട്. അപ്പോൾ ഇനി ഞാൻ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് പറയാം. സെയിം അതുപോലെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്,
പിന്നെ അതിലേക്ക് ഞാൻ അര ടീസ്പൂൺ കൊക്കോ പൗഡറും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ഉപ്പും ചേർത്തിട്ട് ഇതേപോലെ നമ്മൾ അരിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ബട്ടർ മിൽക്ക് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് പാലും എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്തിട്ട് മാറ്റി വെച്ചു. അപ്പോൾ സെയിം അതുപോലെ തന്നെ ഒരു ബൗളിലെടുത്തിട്ട് മുട്ട എടുക്കുക. കോഴിമുട്ട എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇനി നമ്മൾ അര കപ്പ് പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് വേണം നമ്മൾ ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ. സെയിം നമ്മൾ ചോക്ലേറ്റ് സ്പോഞ്ചിൽ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ്, ഒരു വ്യത്യാസവും. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ഒഴിക്കുക. ഒപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്ക് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഒപ്പം കുറേശ്ശെ ചേർത്തിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ. ആദ്യം കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടുക, എന്നിട്ട് പിന്നെ ബട്ടർ മിൽക്ക് ഒഴിക്കുക. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ഒരേ സൈഡിലോട്ട് നമ്മളിത് സ്പാച്ചുല വെച്ചിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഞാനിതിലേക്ക് റെഡ് കളർ ചേർക്കുന്നുണ്ട്. റെഡ് കളർ സ്പോഞ്ച് കേക്കാണ് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് റെഡ് കളർ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവർ മിക്സിങ് ആയി പോകരുത്, അപ്പോൾ നമ്മുടെ കേക്ക് ഹാർഡായി പോവും. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാൻ അത് ട്രേയിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അതിൻ്റെ അടിയിലും ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരെ ഓവനിലേക്ക് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ 2 കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ റെഡ് സ്പോഞ്ച് കേക്ക് ഒന്ന് കത്തി വെച്ചിട്ട് വിടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്ക് ഐസിങ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് ചൂടാറുക മീൻസ് നല്ലോണം ചൂടാറണം, എങ്കിൽ മാത്രമേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുറച്ച് സമയം ഇങ്ങനെ വെച്ചിട്ട് പിന്നെയാണ് ഐസിങ് ചെയ്യുന്നുള്ളൂ കേട്ടോ. നല്ലോണം ചൂടാറിയതിന് ശേഷം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇതാ നമ്മുടെ 2 ചോക്ലേറ്റ് കേക്കും അതുപോലെ തന്നെ വാനില കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചൂടാറാൻ വേണ്ടി വയ്ക്കാം കുറച്ച് സമയം. ഇപ്പോൾ നമ്മുടെ കേക്ക് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഐസിങ് ചെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ക്രീം ഒന്ന് അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ലെയർ ഞാൻ നമ്മുടെ ചോക്ലേറ്റിൻ്റെ കേക്കാണ് വെച്ചിട്ടുള്ളത്, ചോക്ലേറ്റ് സ്പോഞ്ചാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ല, നന്നായിട്ട് അബ്സോർബ് ആവും നമ്മുടെ ഷുഗർ സിറപ്പ്. നല്ല സ്പോഞ്ചാണ് കേക്കെങ്കിൽ. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റിൻ്റെ ക്രീം, ചോക്ലേറ്റ് ഗനാഷും കൂടി മിക്സ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ഞാൻ ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ചോക്ലേറ്റ് ഗനാഷും വിപ്പിംഗ് ക്രീമും കൂടിയും ചേർത്തിട്ടുള്ളതാണ് ഈ ഒരു ക്രീം. ഇനി ഞാൻ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ റെഡ് കളർ വാനില സ്പോഞ്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അതേപോലെ തന്നെ നമ്മൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഷുഗർ സിറപ്പ് ഒഴിക്കുമ്പോഴാണ് ആ കേക്കിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുന്നത് കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ കേക്ക് നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട് ആ ഒരു സിറപ്പ്. അപ്പോഴാണ് അത് നമ്മുടെ കേക്ക് നല്ല ജ്യൂസി ആയിട്ട് ഉണ്ടാവുള്ളൂ. ഇനി ഞാൻ അതിൻ്റെ മുകളിൽ നമ്മുടെ നോർമൽ ക്രീമാണ് കേട്ടോ, അതിലൊന്നും ചേർത്തിട്ടൊന്നുമില്ല, നോർമലായിട്ടുള്ള വിപ്പിംഗ് ക്രീം നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഇനി ഒരു ലെയറും കൂടി, ഒരു ചോക്ലേറ്റ് ലെയറും കൂടിയും വരും മുകളിൽ. ഇതേപോലെ തന്നെ നമ്മൾ അതും കൂടി ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, നമുക്ക് ആ കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കേക്ക്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കിയാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന ചോക്ലേറ്റിൻ്റെ ആ ക്രീമും അതുപോലെ വിപ്പിംഗ് ക്രീമും കൂടി നമ്മുടെ നോർമൽ ക്രീമും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നല്ല കട്ടിക്ക് തന്നെ നല്ല രീതിയിൽ നമ്മൾ കവർ ചെയ്തെടുക്കുന്നുണ്ട് കേക്ക്.
അപ്പോൾ സൈഡിലും ഒക്കെ ഒന്ന് നന്നായിട്ട് കേക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം കട്ടിയിൽ തന്നെയാണ് കേട്ടോ ഞാനിവിടെ വിപ്പിംഗ് ക്രീം അതിൽ കവർ ചെയ്യുന്നത്. അപ്പോഴാണ് കേക്ക് കാണാനും അതുപോലെ തന്നെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ കേക്കിനെ. ഇനി ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ അതിന് മുന്നേ ഇങ്ങനെ ഒരു സ്ക്രേപ്പറും ഉണ്ട്, ഞാൻ സൈഡിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു രീതിയിൽ കേട്ടോ. അപ്പോൾ ചെറിയൊരു ഡിസൈൻ പോലെ കിടക്കും, കണ്ടില്ലേ? ഒരു ചെറിയൊരു വര പോലെ വരുന്നത് കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇനി ഞാനിത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ അരമണിക്കൂർ വെച്ചിട്ട് പുറത്തെടുത്തു. എന്നിട്ട് ഒരു പൈപ്പിംഗ് ബാഗിൽ ചോക്ലേറ്റ് ഗനാഷ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് തന്നെയാണ് മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഒരുമിച്ചിട്ടല്ല, ഈ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ചോക്ലേറ്റ് ഗനാഷ് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ള വീഡിയോ ഒക്കെ ഞാനൊരു കേക്കിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് പോയി കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് കേക്കിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. സൈഡിലേക്കും നല്ല ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഒരു പൈപ്പിംഗ് ബാഗിൽ ഞാൻ വിപ്പിംഗ് ക്രീം ആക്കിയിട്ടുണ്ട്. റോസ് പൂവിൻ്റെ ഷേപ്പിൽ ഞാൻ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതൊക്കെ നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. ഡെക്കറേറ്റ് ചെയ്യുമ്പോഴാണ് ആ കേക്കിന് നല്ലൊരു ഭംഗി കിട്ടുന്നത്. ടേസ്റ്റും മുഖ്യമായിട്ടുള്ള കാര്യമാണ്, അതുപോലെ തന്നെ ഡെക്കറേഷനും മുഖ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇതാ ഫുള്ളായിട്ട് ഞാനിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ? ഇനി ജസ്റ്റ് ഇത് അടിഭാഗത്തും കൂടി അതേ നോസിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഞാൻ അതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഇതാ ഈ ഒരു കളറിലുള്ള ഷുഗർ ബോൾസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ആ ഒരു ഡെക്കറേറ്റ് ചെയ്ത പൂവിൻ്റെ മുകളിൽ. അപ്പോൾ പ്രത്യേക ഭംഗിയാണ് കാണാൻ. ആ ഒരു കളർ ആയതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടാവും അത് കാണാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇത് നിർബന്ധമൊന്നുമില്ല, എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് കൊണ്ട് ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നതെന്നുള്ളൂ. ഇല്ലാതെയും ഈ കേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. ഇനി ഇതാ വേറൊരു നോസിലെടുത്തിട്ട് ഞാൻ ചെറിയൊരു വയലറ്റ് കളറും അതുപോലെ നമ്മുടെ വിപ്പിംഗ് ക്രീമും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ചെറിയൊരു ലൈറ്റ് കളറ് പോലെ ഞാൻ അതിൻ്റെ ഉൾഭാഗത്ത് മൊത്തമായിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതാ പുറത്തെടുത്ത് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ സോഫ്റ്റ്നെസ് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കത്തി അങ്ങനെ ഇറങ്ങി പോവാൻ അത്രയും സോഫ്റ്റാണ്. അപ്പോൾ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചാലാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. കണ്ടില്ലേ, നമ്മുടെ ആ ലെയറൊക്കെ കറക്റ്റായിട്ട് അറിയുന്നുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ജ്യൂസി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സൂപ്പർ ടേസ്റ്റാണേ. അപ്പോൾ അതാ കേക്ക് വാങ്ങിക്കാൻ അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഹോം ഡെലിവറി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, കാരണം വന്നതിന് ശേഷം ഹോം ഡെലിവറി സ്റ്റാർട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് 1/2 കിലോൻ്റെ വാഞ്ചോ കേക്കാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ബോക്സിലാക്കിയിട്ട് വെക്കുകയാണ്. ഇനി നെക്സ്റ്റ് ഉള്ളത് ഒരു 1 കിലോൻ്റെ വൈറ്റ് ട്രഫിൾ കേക്കാണ്. അപ്പോൾ അതും കൂടി ഞാൻ ബോക്സിലാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 2 കേക്കും ഇപ്പോൾ അത് അവർ കസ്റ്റമർ വന്ന് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെന്താ, ഞങ്ങളുടെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു. അതുപോലെ തന്നെ നല്ല മഴയാണ് കേട്ടോ ഇവിടെ. നല്ല മഴ എന്ന് പറഞ്ഞാൽ കുറേ നേരമായി തുടങ്ങിയിട്ട് ഇങ്ങനെ ചെനവരുന്നനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്താ പരിപാടി, പുറത്തൊന്നും ഇനിയിപ്പോൾ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ സമയം 10 മണി ആവുകയും ചെയ്തു. അപ്പോൾ ഇനി എന്തായാലും ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ വിചാരിച്ച പോലെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഫസ്റ്റ് കേക്കിൻ്റെ ഓർഡർ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് ഒരു ഡേ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, ക്ഷമിക്കണം. ഇങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും വലിയ കുഴപ്പമില്ലാതെ ഇന്നത്തെ ദിവസം അങ്ങനെ പോയി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.